എൻ്റെ പേര് മുഹമ്മദ് ഷഹീർ എന്നാണ്. സ്വദേശം മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്ത് കീശ്ശേരി ആണ് എൻ്റെ സ്വദേശം. വീട്ടിൽ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, ഒരു സിസ്റ്റർ ഉണ്ട്, 2 ബ്രദേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു ചെറിയ കുടുംബമാണ്. ഓക്കെ, അപ്പോൾ ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു അക്കൗണ്ടന്റ് ആയിരുന്നു. പല ജോലിക്കും പോയിട്ടുണ്ട്. റീസെന്റ് അല്ലെങ്കിൽ ഇത് തൊട്ട് മുമ്പ് ചെയ്ത ജോലി എന്ന് പറയുന്നത് അക്കൗണ്ടന്റ് ആയിരുന്നു. ഇതിനു മുമ്പ് ഹെവി ഡ്രൈവർ ആയിട്ട് പോയിട്ടുണ്ട്. പല കാര്യങ്ങൾക്കും പോയിട്ടുണ്ട് ഞാൻ. ടൈലിന്റെ പണിക്കും അതേപോലെ തന്നെ നമ്മുടെ തേപ്പിനും പടവിനും ഇതിനൊക്കെ പോയിട്ടുള്ള ആൾ തന്നെയാണ്. എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ഇന്ന് ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ടുള്ളത് എന്നുള്ള. അവസാനമായിട്ട് ഈ ഒരു ബിസിനസ് ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് ഞാൻ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. ബിസിനസ് അവസരം എന്നെ പരിചയപ്പെടുത്തുന്നത് മറ്റാരുമല്ല, എൻ്റെ കൂടെ തന്നെ എൻ്റെ കോളേജ് മേറ്റ് ആയിട്ടുള്ള പർഷിൻ സാർ, ഇന്നത്തെ എമറാൾഡ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം പർഷിൻ സാറാണ് ഈ ഒരു അവസരം എന്നെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആള് പരിചയപ്പെട്ട സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ഒരു അക്കൗണ്ടന്റ് ആയിരുന്നു. അക്കൗണ്ടന്റ് ആയിട്ട് ഒരു ഷോപ്പിൽ, തൊട്ടടുത്തുള്ള കൊണ്ടോട്ടി എന്ന് പറയുന്ന ആ ഷോപ്പിൽ ഞാൻ ഒരു വെള്ളം കുടിക്കുന്ന സമയത്താണ്, ആ ഒരു സമയത്താണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അതായത് കോളേജ് കഴിഞ്ഞു ഒരു വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ കാണാനിടയാകുന്നത്. അങ്ങനെ വലിയ കമ്പനികളൊക്കെ അല്ലെങ്കിൽ കോളേജ് കഴിഞ്ഞതിന് ശേഷം ആ ബന്ധമൊക്കെ മുറിഞ്ഞു പോയി. പിന്നീടാണ് ആളെ കാണുന്നത്. അപ്പൊ ജസ്റ്റ് ഒരു പരിചയപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ ആ പരിചയം ഒന്ന് പുതുക്കാൻ വേണ്ടിയിട്ട് കൈ കൊടുത്ത് ചെന്ന ഞാൻ അവനോട് ചോദിക്കുകയാണ്, എനിക്ക് എന്തെങ്കിലും ഒരു എന്താ ഇപ്പൊ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ സ്വാഭാവികമായിട്ടും കാണുമ്പോൾ ചോദിക്കുമല്ലോ, നിങ്ങളിപ്പോ എന്താ ചെയ്യണത് എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പൊ അവൻ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാ, കാരണം 15,000 രൂപ സാലറി തികയുന്നില്ല വീട്ടിലെ ചെലവ് നോക്കാനോ, അല്ലെങ്കിൽ എനിക്ക് തന്നെ എന്റെ സ്വന്തം കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് 15,000 രൂപ തികയാത്ത ഒരു സമയമായിരുന്നു. ഓക്കെ, ചോദിച്ചു ഒരു എക്സ്ട്രാ ഇൻകം വേണം എന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിച്ചത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പുറത്തേക്കുള്ള പരിപാടികളോ വിസയോ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഓക്കെ എന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ചു. ആള് ബിസിനസ് അവസരം നേരെ പരിചയപ്പെടുത്തി തന്നിട്ടില്ല. നേരെ എന്ത് ചെയ്തിട്ടില്ല, ഈ അവസരം പരിചയപ്പെടുത്തി തന്നിട്ടില്ല. ആള് പറഞ്ഞു ഒരു പരിപാടി ഉണ്ട്, നമുക്കൊന്ന് നോക്കാം, ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഷോപ്പിലേക്ക് പോയി, ആളെ വഴിക്കും പോയി. പിന്നെ പിറ്റേ ദിവസം ഉണ്ട്, ആള് ഷോപ്പിന്റെ മുമ്പിൽ വന്നിട്ട്, ഇന്നൊരു ഹാഫ് ഡേ അല്ലെങ്കിൽ ഒരു 10 അരമണിക്കൂർ ഞാൻ ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്, സിസ്റ്റത്തിലാണ്. ആ സമയത്താണ് എന്നോട് ചോദിക്കുന്നത്, മുതലാളിനോട് ഒരു 10 മിനിറ്റ് ചോദിച്ചിട്ട് എന്ത് ചെയ്യണം, 10 മിനിറ്റ് ചോദിച്ചിട്ട് ഈ ഇറങ്ങിക്കോ എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞു. അന്ന് ഞാൻ ആ ഒരു 10 മിനിറ്റ് ഇറങ്ങാൻ തയ്യാറായി എന്നുള്ളതാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇറങ്ങി ചെന്നപ്പോൾ സഫാൻ സാറുടെ മുമ്പിലേക്കാണ് ഞാൻ വന്നുപെടുന്നത്. സഫാൻ സാറുടെ മുമ്പിലേക്കാണ് ഞാൻ വന്നുപെടുന്നത്. അപ്പോൾ സഫാൻ സാറുടെ മുമ്പിലെത്തി. സഫാൻ സാർ നേരെ കൊണ്ടുപോയി ബഷീർ കൂൾ ബാറിൽ ഏറ്റവും മേലെ 3ാമത്തെ നിലയിൽ പോയിട്ടാണ് അവസരം പരിചയപ്പെടുന്നത്. അന്നൊരു ഫ്ലിപ്ചാർട്ടോ കാര്യങ്ങളോ ഒന്നുമല്ല, ഒരു ബ്രൗഷർ കൊണ്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. പ്രൊഡക്റ്റുകൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇന്ന പ്രൊഡക്റ്റുകളാണ്, ഒന്ന് വിറ്റാൽ 500 കിട്ടും. ആദ്യമേ ഞാൻ ക്ലോസ് ആയി ഏകദേശം. കാരണം 10 മണിക്കൂർ ഞാൻ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയിരുന്ന വരുമാനം എന്ന് പറയുന്നത് 500 രൂപയാണ്. പക്ഷേ ഒരു പ്രൊഡക്റ്റ് വിറ്റപ്പോൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 500 രൂപ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ സ്ട്രൈക്കായി. പിന്നീട് പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ട് വല്ലാതൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ഇന്ന പ്രൊഡക്റ്റുകളാണ്, ഇതിന്റെ പർപ്പസ് ഇതാണ് എന്നുള്ളത് മാത്രം ആൾ പറഞ്ഞു തന്നു. അങ്ങനെ ബിസിനസ് അവസരം ഏറ്റെടുക്കുകയാണ്. അപ്പോഴും പൂർണ്ണതയിൽ എത്തിയിട്ടില്ല ബിസിനസ് അവസരം, അല്ലെങ്കിൽ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. എക്കോ അടിക്കുന്നുണ്ടോ മറ്റു സെക്കൻഡ് ലിങ്കിൽ എക്കോ വരുന്നുണ്ട്, ഫസ്റ്റ് ലിങ്ക് ഓക്കെയാണ്. എക്കോ അടിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോ റെഡി ആണോ? ഹലോ, ഓക്കെ അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പോ ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. വന്നു, പരിചയപ്പെട്ടു. നേരെ പ്രൊഡക്റ്റുകളെ പരിചയപ്പെടുത്തിയിട്ടില്ല. പയ്യെ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തി. സഫാൻ സാറുടെ ആഴ്ച വരുമാനം കാണിച്ചു തന്നു. 8,000 രൂപ, 9,000. ഞാൻ വരുന്ന സമയത്ത് സഫാൻ സാറുടെ വരുമാനം എന്ന് പറയുന്നത്, അതായത് 2 വർഷങ്ങൾക്ക് പിന്നിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സഫാൻ സാറുടെ വരുമാനം 8,000 രൂപ വീക്കിലി പ്രോഫിറ്റ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വരുമാനമാണ്. കാരണം 7 ദിവസം 500 രൂപക്ക് വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ 3,000 രൂപ അറൗണ്ട് എനിക്ക് ഒരു വീക്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ 3,500 രൂപ ആ ഒരു ഏരിയയിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ആള് 8,000 രൂപ വരുമാനം കാണിച്ചു തരാണ്. സോ അപ്പൊ നല്ല പരിപാടിയാണല്ലോ എന്നുള്ളത് സ്ട്രൈക്കായി. അങ്ങനെ ഞാൻ ഷോപ്പിലേക്കും പോയി, അവരവരുടെ വഴിക്കും നീങ്ങി. പിന്നീട് പിറ്റേ ദിവസവും വരികയാണ്.
അന്ന് എനിക്ക് തോന്നുന്നു കോഴിക്കോട് VOP നടക്കുന്ന സമയം. അലി സാറാണ് അവിടെ ക്ലോസിങ്ങിനൊക്കെ എത്തിയിട്ടുള്ളത്. അപ്പോ കോഴിക്കോട് VOP നടക്കുന്ന സമയമാണ്. ആ VOPക്ക് എന്നെ വിളിച്ചിറക്കി പോയി ഷോപ്പിൽ നിന്ന്. ഷോപ്പുകളിൽ എന്ത് ചെയ്തു, ഷോപ്പിൽ നിന്ന് അരമണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ സമയം എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയതാണ്. അരമണിക്കൂർ ഒന്ന് കൊണ്ടാന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ കയറ്റിയതിനു ശേഷം പറഞ്ഞു ഹാഫ് ഡേ കട്ടാക്കിക്കളാം. മുതലാളിക്ക് വിളിച്ചിട്ട് പറയാ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒഴിഞ്ഞോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എന്തെങ്കിലും കല്യാണ സുഹൃത്തിന്റെ കല്യാണം ഉണ്ട്, അർജന്റായിട്ട് പോകേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ VOP അറ്റൻഡ് ചെയ്യാൻ പോവാണ്. അങ്ങനെ കോഴിക്കോട് VOPയിലെത്തി അലി സാറെ കണ്ടു. അപ്പോഴാണ് യഥാർത്ഥത്തിൽ എല്ലാവർക്കും പൊതുവെ ഒരു മലയാളിയാണല്ലോ. ഇതിനു മുമ്പ് ഞാൻ എന്താണ് ഒരു വെസ്റ്റീജ് എന്ന് പറയുന്ന ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ചുടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നുള്ളതാണ്. അപ്പൊ അതേപോലെ ഒരു മൈൻഡിലാണ് ഞാൻ ഇരുന്നത്. കാരണം കൂട്ടിട്ട് ഒരുപാട് ആളുകൾ ലക്ഷക്കണക്കിന് രൂപയുടെ കണക്കുകൾ പറയുന്നു, വീക്ക്ലി പ്രോഫിറ്റ് 2.5 lakh. ആസ് എ കോമൺ മലയാളി ഞാനും എന്ത് ചെയ്തു, ഇത് മറ്റേ ഫാദ് ഫാസിലിന്റെ മറ്റേ പരിപാടി ഉണ്ടല്ലോ, ഏതാ ട്രാൻസ് എന്ന് പറഞ്ഞ പടത്തിലുള്ള എല്ലാവർക്കും എനർജി ഒക്കെ കുറച്ച് കൂടുതലാണ്. അപ്പോ ആ ഒരു രീതിയിലാണ് ഞാനും എടുത്തത്. അപ്പോ ഇതൊരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ആണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഉള്ളിലൊരു നെഗറ്റീവ് വന്നു. കാരണം എല്ലാവർക്കും വരുന്ന പോലെ ആ ഒരു നെഗറ്റീവ് എനിക്കും വന്നു. അങ്ങനെ സമയത്ത് ഉള്ളിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണോ വേണ്ടേ എന്നുള്ള രീതിയിലുള്ള സംശയങ്ങളുണ്ട്. വരുമാനങ്ങൾ ഇവർ പറയുന്നത് സത്യമാണോ എന്നുള്ളതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നീട് ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് പോയി. പിന്നെ ഫോളോ അപ്പിലൂടെയാണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫോളോ അപ്പിലൂടെയാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും. കാരണം ആ VOP കഴിഞ്ഞതിന് ശേഷം ആളെന്നെ വിട്ടിട്ടില്ല. നെഗറ്റീവ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആളെന്നെ വിട്ടിട്ടില്ല. വീണ്ടും ഷോപ്പിന്റെ മുന്നിൽ വരും. 9 മണിക്കാണ് ഞാൻ ഷോപ്പ് ക്ലോസ് ചെയ്യുക. ഷോപ്പ് ക്ലോസ് ചെയ്ത് ഷട്ടർ ഇട്ടാണ്ട് എങ്ങനെയെങ്കിലും വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങണം എന്ന് പറയുന്ന നേരത്തായിരിക്കും സഫാൻ സാറുടെയും ഫർഷീദ് സാറുടെയും വരവ്. അപ്പൊ ഉള്ളിൽ ചെറിയ ചെറിയൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും നമ്മൾ ആളുടെ മുമ്പിൽ നിന്ന് കൊടുക്കും. കാരണം നമ്മൾ പ്രതീക്ഷിച്ചിട്ട് നമ്മുടെ സമയത്തിന് വേണ്ടി വന്ന ആളുകളെ നമ്മൾ വില കൽപ്പിക്കണമല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ ഉള്ളിൽ കുറച്ച് ദേഷ്യങ്ങളും ഭ്രാന്തികളൊക്കെ ഉണ്ടെങ്കിലും കാരണം വർക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ട് ഇനി വീട്ടിൽ പോയിട്ട് ഒന്ന് കിടന്നുറങ്ങണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങുക. എല്ലാവർക്കും ഒരു ജോലിക്കാരന്റെ അവസ്ഥകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആ സമയത്ത് ആളുടെ കൂടെ ഇരുന്ന് കൊടുക്കും. ഫേസ്ബുക്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാവട്ടെ, വാട്സപ്പിൽ ചെയ്യേണ്ട കാര്യങ്ങളാവട്ടെ, ഇതൊക്കെ ചെയ്ത് തന്ന് അങ്ങനെ പയ്യെ പയ്യെ സെയിൽസ് വരാൻ തുടങ്ങി, വരുമാനങ്ങൾ വരാൻ തുടങ്ങി. അവിടെ ആഴ്ചയിൽ അല്ലെങ്കിൽ അവിടെ മാസം കിട്ടുന്ന വരുമാനം ആഴ്ചയിൽ പ്രൊഡക്റ്റ് വിറ്റുകൊണ്ട് മാത്രം ഞാൻ വാങ്ങിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ അവസരം ഒരു ഫുൾ ടൈം കരിയർ ഓപ്ഷൻ ആയിട്ട് ഏറ്റെടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത്. അങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് ഞാൻ എത്തുന്നത്. ഓക്കെ, അദ്ദേഹം പറഞ്ഞു ഫോളോ അപ്പ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫോളോ അപ്പിൽ. ഇപ്പം നമ്മളെ അടുത്ത് ഒരുപാട് ആളുകൾ പ്ലാൻ കേൾക്കുന്നുണ്ടാവും. നമ്മൾ ഒരു വട്ടം ഫോളോ അപ്പ് ചെയ്ത് കണ്ട് എന്ത് ചെയ്യും, അവരെ വിടും. അങ്ങനെ ചെയ്യരുത്. കണ്ടിന്യൂസ് ഫോളോ അപ്പിലാണ് എന്ത് ചെയ്യല്, ആളുകൾ ഇതിൽ ജോയിൻ ചെയ്യല്. ഒരാൾ ഒരു വട്ടം ഫോളോ അപ്പ് ചെയ്തിട്ട് അവർ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ എടാ നീ എൻ്റെ മുമ്പ് നീ വരല്ല, നീ എങ്ങനെയെങ്കിലും എൻ്റെ മുമ്പ് നിന്ന് പോയി, എനിക്കിത് വേണ്ട എന്ന് അവർ പറയുന്നത് വരെ അവരെ ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അടിപൊളി ഷെയർസ്. എനിക്ക് അടുത്ത് ചോദിക്കാനുള്ളത് ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഞാൻ സാറിനെ കാണുന്ന അന്ന് തൊട്ട് സാറ് ഫുൾ ടൈമറാണ്. എനിക്ക് തോന്നുന്നു ഡേ 1 തൊട്ട് ഈ ബിസിനസ് വീട്ടിൽ നിന്ന് ഇറങ്ങി ചെയ്ത. ഹലോ സാറേ, സെക്കൻഡ് ലിങ്ക് ഓപ്പൺ. ഓക്കെ സോറി. ഓക്കെ, അപ്പോൾ സാർ അടുത്ത എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ കാണുന്നത് അന്ന് തൊട്ട് സാറ് ഫുൾ ടൈമറാണ്. സാറ് ഫുൾ ടൈം, അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് സാർ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. എന്താണ് അതിനുള്ള മോട്ടീവ്? ഈ ഒരു പ്രായത്തിലുള്ള പയ്യന്മാരൊക്കെ നാട്ടിലുള്ള ചെക്കന്മാരെ കൂടെ ഫിലിമിന് പോകാനും, അതുപോലെ തന്നെ ഇപ്പോൾ മഴക്കുള്ള കാലമാണ്, കുളത്തിൽ ചാടാനും, അങ്ങനത്തെ പല കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകേണ്ട ഈ ഒരു ടൈമിൽ എങ്ങനെ സാറിന് ഈ ഒരു ബിസിനസ് ഫുൾ ടൈമർ ആയിട്ട്, അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ചെയ്യണം, കംഫർട്ട് സോൺ വീട്ടിൽ ഇറങ്ങി ചെയ്യണം തോന്നാനുള്ള ഒരു മോട്ടീവ്, അതുപോലെ തന്നെ അത് ചെയ്തപ്പോൾ എന്തെങ്കിലും സ്ട്രഗിളിങ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യും. കാരണം ഒരുപാട് ആൾക്കാർക്ക് ഉള്ളൊരു വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ ഒരു ഫുൾ ടൈമർ ആവുക, അതുപോലെ തന്നെ കംഫർട്ട് സോൺ വിട്ട്. കാരണം എങ്ങനെയാണ് ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകുക, നമ്മളെ ക്യാഷ് കാര്യങ്ങൾ നമുക്ക് ചിലവ് കൂടൂല എന്നുള്ള ഒരു ഡൗട്ട് കാര്യങ്ങൾ പല ആൾക്കാർക്കും ഉണ്ട്. അപ്പൊ അതൊന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഒരു ഗുണമായിട്ടുണ്ടോ? യെസ്, സ്വാഭാവികമായിട്ടും എൻ്റെ 23ാമത്തെ വയസ്സിലാണ് ഞാൻ ഈ ഒരു അവസരം പരിചയപ്പെടുന്നത്. ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നാട്ടിലെല്ലാവരും. ഒരുമിച്ച് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, ആ ബസ് സ്റ്റോപ്പിലേക്ക് ഇരിക്കുക, അത് വേറൊരു വൈബാണ്. ആ ഒരു കൂട്ടുകെട്ടിൽ അല്ലെങ്കിൽ പ്രായത്തിൻ്റെതായിട്ടുള്ള കുറച്ച് തലച്ചെറിച്ച കൂട്ടുകെട്ടുകൾ നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആദ്യം ഞാൻ മനസ്സിലാക്കിയ കാര്യം, ജീവിതത്തിൽ ഒരുപാട് സുഹൃത്തുക്കൾ
വേണം. പക്ഷേ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ യാഥാർത്ഥ്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് കുറച്ച് സമയം കഴിയുമ്പോൾ ആളുകൾക്ക് കൂടെ ഉള്ള ആളുകൾ ഓരോന്നായിട്ട് ഗൾഫിലേക്കോ സ്വന്തം പരിപാടികളിലേക്കോ നീങ്ങി തുടങ്ങും. അങ്ങനെ ഒരു നീങ്ങി തുടങ്ങുന്ന സമയത്താണ് ഞാൻ ഈ ഒരു അവസരം പരിചയപ്പെടുന്നത്. അതാണ് എന്നെ ഇതിലേക്ക് പെട്ടെന്ന് കൊണ്ടുവരാനുള്ള ഒരു കാരണം, ഒരു മോട്ടീവ്. കാരണം എല്ലാവരും കൂടെ കളിച്ചവരും കൂടെ പഠിച്ചവരും എല്ലാ കളിക്കും കൂടെ ഉള്ളവരൊക്കെ സ്വന്തം ലൈഫ് നോക്കിയിട്ട് അവര് ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടാവട്ടെ അല്ലെങ്കിൽ പ്രവാസത്തിലേക്കാവട്ടെ സ്വന്തം കാര്യങ്ങൾ, സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രകൾ, അവരുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മുഴുകി തുടങ്ങി. അങ്ങനെയുള്ള സമയത്ത് ആ ബസ് സ്റ്റോപ്പിൽ ഇരുന്നീന ആൾക്കാർ പിന്നെയും നമ്മളോ, അതായത് കൂടെ ഇരുന്നീന ആളുകൾ ഒന്ന് രണ്ടെണ്ണീച്ച ഗൾഫിലും അവിടെയും ഇവിടെയും ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ അവിടെ ഒറ്റപ്പെട്ടു പോകും. അങ്ങനെ ഞാനൊരു കാര്യം റിയലൈസ് ചെയ്തു, കാലാകാലവും സുഹൃത്തുക്കൾ ഉണ്ടാവില്ല, നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾ മാത്രമേ ഉണ്ടാകുള്ളൂ എന്നുള്ളത്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു, നാട്ടില് പ്രായത്തിൻ്റെതായിട്ടുള്ള ചെറിയ തലതെറിച്ച കൂട്ടുകെട്ടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ ഗൾഫിലേക്ക് കയറ്റി അയക്കാനുള്ള പരിപാടിയായിരുന്നു. 2 വാക്സിനും എന്നെ കൊണ്ട് അടിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ഉപ്പ. കാരണം ബുദ്ധിയുള്ള മനുഷ്യന്മാരാരും എന്ത് ചെയ്യൂല, ആ 2 വാക്സിനും അടിക്കൂല. ആ സമയത്ത് എന്നെ ഇത് ചെയ്യിപ്പിച്ചു. അതെന്തിനാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നാട്ടിലേക്ക് കെട്ടിക്കാൻ, ഇവിടുന്ന് നാട്ട് പിടിക്കാൻ, ജീവിതം പഠിക്കണമെങ്കിൽ ഗൾഫിൽ പോകണം എന്ന് എല്ലാവരും പറയുന്നത് കേൾക്കാറുണ്ട്. പക്ഷെ ശരിക്കും ഇൻഡസ്ട്രി ചെയ്താൽ ജീവിതം പഠിക്കും. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോ അതിന് കെട്ടിക്കാൻ നിൽക്കായിരുന്നു. പാസ്പോർട്ട് എടുത്തത് അതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ പാസ്പോർട്ട് ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് തായ്ലൻഡിലേക്ക് പോകാനാണ്. അപ്പോ പാസ്പോർട്ട് എടുത്തു ഞാൻ. ആ പാസ്പോർട്ട് എടുത്തു. ഗൾഫിലേക്ക് വിസ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇനി എന്തെങ്കിലും അക്കൗണ്ടന്റ് ആയിട്ട് പോയിട്ട് 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ട് അവിടെ നമുക്ക് അക്കൗണ്ടിങ് ജോബ് നോക്കാം എന്നുള്ള രീതിയിലാണ് എൻ്റെ ഉപ്പ എന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണ് അവസരം പരിചയപ്പെടുന്നത്. അപ്പോൾ എൻ്റെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ 19 വർഷമായിട്ട് കഷ്ടപ്പെടുന്ന ഉപ്പയെ ഞാൻ കാണുന്നുണ്ട്. കാരണം ഇപ്പോഴും ഗൾഫിലാണ് ആള്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ഞാൻ കാണുന്നുണ്ട്. അതേപോലെ തന്നെ നാട്ടിലുള്ള വരവ്, വർഷത്തിൽ 1-2 മാസം നാട്ടിൽ വന്നിട്ട് നിന്ന് പോവുക. അപ്പോൾ ഒരു പ്രവാസിയുടെ മോൻ എന്നുള്ള നിലക്ക് ഒരു പ്രവാസിയുടെ ബുദ്ധിമുട്ടുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ കണ്ടു വളർന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പ്രവാസം എന്ന് പറയുന്നത് എനിക്കും എന്നും ഒരു പേടി സ്വപ്നമായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഒന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു തീരുമാനം, അത് ഇത്രത്തോളം വലിയൊരു തീരുമാനമായിരിക്കും എന്നുള്ളത് എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. അതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട്, അതായത് ഈ പ്രവാസത്തിലേക്ക് എന്നെ കൊണ്ടുപോകലിൽ നിന്നും എന്താണ് ഒളിച്ചോടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഡസ്ട്രി നടന്ന തീരുമാനം എടുക്കുന്നത്. തീരുമാനം എടുത്ത സമയത്ത് ഒരുപാട് ആളുകളും ഒരുപാട് നെഗറ്റീവ്സും കാര്യങ്ങളും എല്ലാം വന്നു. എൻ്റെ കൂടെ ഇരിക്കുന്ന കൂടപ്പിറപ്പുകളും, എൻ്റെ ഉമ്മയാവട്ടെ, ഉപ്പയാവട്ടെ, എളാപ്പയാവട്ടെ, മൂത്താപ്പയാവട്ടെ, കൂടെ നടക്കുന്ന കമ്പനിക്കാർ വരെ. ഇന്നിപ്പോ ബ്രാൻഡ് ന്യൂ കഴിഞ്ഞ വീക്കിൽ ഇപ്പോൾ സെക്യൂരിറ്റി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ജുനൈദ് സാറൊക്കെ തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ അടിയായിട്ടുണ്ട്. അടിയല്ലാത്ത എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നാട്ടുകാരും വീട്ടുകാരും തമ്മിൽ പിടിച്ചു മാറ്റിയതാണ്. കാരണം ഇൻഡസ്ട്രിയുടെ പേരിൽ വീട്ടിലെല്ലാവരും നെഗറ്റീവ് പറഞ്ഞു, ഇതെന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയില്ല, എന്ത് തിയറി ചെയ്ത പോലെയാണ്, എന്നെ വിട്ടു പോകില്ല, ലീഡേഴ്സും എന്നെ വിട്ടു പോകില്ല, ഈ പരിപാടി എന്നെ വിട്ടു പോകില്ല എന്നുള്ള രീതിയിലൊക്കെ ഞാൻ കേട്ടു തുടങ്ങി. അപ്പോഴൊക്കെ ഞാൻ എൻ്റെ ലീഡേഴ്സിനെ മുറുകെ പിടിച്ചു എന്നുള്ളതാണ്. എന്ത് സംശയം വരുന്ന സമയത്തും ഞാൻ സഫാൻ സാർക്ക് വിളിക്കും നേരെ. സഫാൻ സാറെ ഇങ്ങനെ പറയുന്നു, ഈ കമ്പനി ലീഗൽ അല്ല, അല്ലെങ്കിൽ കമ്പനി ഇവിടെ അടുത്ത് പൂട്ടിപ്പോകും. അപ്പോൾ സഫാൻ സാർക്ക് അതിനുള്ള സൊല്യൂഷൻസ് കറക്റ്റ് തരും. അപ്പൊ ഞാൻ വീണ്ടും അവരായിട്ട് എന്ത് ചെയ്യും, ഈ സാധനം പറഞ്ഞു കൊടുക്കും, അത് അങ്ങനെ ഒന്നല്ലടാ, അത് ഇങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ പോയി ഒരുപാട് നെഗറ്റീവ്സ് കാര്യങ്ങൾ കിട്ടി. അവസാനമായിട്ട് ഞാനൊരു ഫൗണ്ടേഷൻ ഡയമണ്ട് പ്രോഗ്രാമിലേക്ക് എന്നെ ഫർഷൻ സാർ ക്ഷണിക്കുകയാണ്. ടിക്കറ്റൊക്കെ ഞാൻ എടുത്തോളാം, ഈ ഒന്ന് വന്ന് അറ്റൻഡ് ചെയ്താൽ മതി എന്നുള്ളത് പറഞ്ഞു. അൽ ജസീറ എന്ന് പറയുന്ന ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ആ ഒരു ഫൗണ്ടേഷൻ ഡയമണ്ട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്. അന്ന് ഞാൻ ഈ ഒരു ബിസിനസ്സിൽ വന്നു. സ്റ്റാർ ആയിട്ടില്ല എന്ന് തോന്നുന്നു. ആ സമയത്താണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞ കാര്യമുണ്ട്, അൽ ജസീറ അവിടെ ഓഡിറ്റോറിയത്തിൽ ഞാൻ കണ്ട സമയത്ത് 5000 അല്ലെങ്കിൽ 2500 ആളുകളുടെ അടുത്ത് വരുന്ന പ്രോഗ്രാമാണ്. ഒരുപാട് ആളുകൾ, പല പ്രൊഫഷനിലുള്ള ആളുകളുണ്ട്. ഞാൻ ചിന്തിച്ച കാര്യം ഇത്രയേ ഉള്ളൂ, ഇവരെല്ലാവരും എന്നെ വേണമെങ്കിൽ ഫർഷിന് പറ്റിക്കാം, ഫർഷിൻ സാർക്ക് എന്നെ വേണമെങ്കിൽ പറ്റിക്കാം. പക്ഷേ ഈ കാണുന്ന ജനസാഗരത്തെ മുഴുവൻ ഒരാൾക്കും പറ്റിക്കാൻ പറ്റൂല, ഒരാളെ കൊണ്ട് വിചാരിച്ചാൽ പറ്റിക്കാൻ പറ്റൂല. അപ്പൊ ഞാൻ ഇത്രയും ആളുകൾ ഈ ബിസിനസ് ചെയ്യുന്നുണ്ട് എന്നതുള്ളത് മനസ്സിലാക്കി ഈ ബിസിനസ് അവസരം ഏറ്റെടുത്തു. അങ്ങനെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഷിഹാബുദ്ദീൻ സാറെ പരിചയപ്പെടാൻ ഞാൻ ഇടയാവുകയാണ്. അപ്പൊ ആളുടെ ട്രാൻസ്ഫോർമേഷൻ എന്നിൽ നല്ല രീതിയിലുള്ള ഒരു ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടാക്കി. കാരണം ഒരു ഓട്ടോ ഡ്രൈവർ ആയിരിക്കും, അതും ട്രാൻസ്ഫോർമേഷൻ. അദ്ദേഹം എന്ത് ചെയ്യാണ്, നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, ആള് ആഫ്റ്റർ ബിഫോർ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ പിക്ചർ ആക്കിയിട്ട് അല്ലെങ്കിൽ
മൊബൈൽ ഫോണിന്റെ വാൾപേപ്പർ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കാണിച്ചു തരും, ഇതായിരുന്നു ഞാൻ, ഇന്നുള്ള ഞാൻ ഇതാണ്. കാരണം ആഫ്റ്റർ ബിഫോർ ഉള്ളിന്ന് ഒരാളുടെ മനുഷ്യന് ഉള്ളിന്ന് സംസാരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഉള്ളിന്ന് നമ്മളെ മോട്ടറാക്കുന്നതും അല്ലെങ്കിൽ ഉള്ളിന്ന് സംസാരിക്കുന്നതും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ആളുടെ ഇതും കൂടി കേട്ടപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ആയ സാധനം ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നുള്ളത് മനസ്സിലായി. കാരണം ഒരു ഓട്ടോ ഡ്രൈവർ ആയിരിക്കെ ഷിഹാബുദ്ദീൻ സാർക്ക് ആ ഒരു രീതിയിലുള്ള അച്ചീവ്മെന്റ്സും ആ രീതിയിലുള്ള വരുമാനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്നെ കൊണ്ടും പറ്റും എന്നുള്ളത് പറഞ്ഞു. പിന്നെ ഒരുപാട് ലേഡീസ്, ഖദീജ മേഡത്തെ പോലെയുള്ള ഒരുപാട് ആളുകൾ വലിയ വലിയ വരുമാനങ്ങൾ വാങ്ങിച്ചേ പറയുന്നു. അപ്പൊ ഞാൻ എന്നെ തന്നെ നോക്കിയിട്ട് പറയാം, ഈ ലേഡീസിനൊക്കെ പറ്റെങ്കിൽ ഈ മീശ വെച്ച് എനിക്ക് എന്തുകൊണ്ട് പറ്റിക്കൂടാ എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാണ്, നാട്ടിലേക്ക് ഇറങ്ങി. പിന്നെ ആ നെഗറ്റീവ് പറഞ്ഞവരുടെ കണ്ണിൽ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, പടച്ചോനായിട്ട് എന്നെ എത്തിച്ചിട്ടുള്ള അവസരമാണ്. നീ പടച്ചോൻ വിചാരിച്ചാലല്ലാതെ ഷെയറിനെ ഈ ബിസിനസ് നിന്ന് മാറ്റി നിർത്താൻ നിങ്ങളെ കൊണ്ടും പറ്റില്ല, വേറെ ആരെ കൊണ്ടും പറ്റില്ല. ഞാൻ എടുത്ത തീരുമാനം, എൻ്റെ ഉപ്പയുടെ തീരുമാനം. ഞാൻ പറഞ്ഞു, ഉപ്പയോട് ധിക്കരിച്ച് പറഞ്ഞിട്ടില്ല, ഉമ്മയോടും ധിക്കരിച്ച് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, 2 വർഷം എനിക്ക് സമയം തരണം. ഈ 2 വർഷം കൊണ്ട് ഞാൻ എവിടെയും എത്തിയിട്ടില്ല. എൻ്റെ ലൈഫിൽ ഒരു അച്ചീവ്മെന്റും നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ പറഞ്ഞ പണിക്ക്, അത് ഇനി മരുഭൂമിയിൽ ആടിനെ നോക്കാനാണെങ്കിൽ ആടിനെ നോക്കാൻ ഞാൻ കയറിക്കോളാം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. ആ 2 വർഷം സമയം എന്നെ ഇത്രയും എനിക്ക് ഉറച്ചു വിശ്വസിക്കാൻ പറ്റും, നിങ്ങളോട് ഉറച്ചു പറയാൻ പറ്റും. ഈ 2 വർഷം സമയത്തിന്റെ പേരിലാണ് ഇന്ന് ഈ ഒരു സക്സസ് എനിക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുള്ളത്. ഈ 2 വർഷം എന്ന് പറഞ്ഞാൽ എന്താ നമ്മളെ ഫുൾ ഫ്ലഡിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. 500 റാങ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പ് ഞാൻ എൻ്റെ കാരണം അക്കൗണ്ടന്റ് ജോലി ആയതിനെ കൊണ്ട് തന്നെ പെട്ടെന്ന് ഡേ 1 മുതൽ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വയ്യ. കാരണം ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ആ കടയിലെ കണക്ക് മുഴുവൻ നമ്മുടെ തലയിലാണ്. ഇത് വേറൊരാളെ പഠിപ്പിച്ചു കൊടുത്ത് ആ ഒരു വ്യക്തിനെ ആപ്റ്റ് ആക്കണം അതിന്. അങ്ങനെയുള്ള ഒരു സമയം എടുത്തു. ആ ഒരു 3 മാസത്തെ സമയം അതിന്റെ പെട്ടെന്ന് ഫുൾ ടൈമർ ആവുന്നതിന്റെ മാറ്റം കൂടി ഞാൻ പറഞ്ഞുതരാം. കാരണം ഞാനും ഫൗമിൻ സാറും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരുമിച്ച് എന്നല്ല, ഞാനാണ് ആദ്യമായിട്ട് ഇരിക്കുന്നത്. പക്ഷേ ഫാമിംഗ് സാർ ഇന്ന് 15 ലക്ഷം എത്തി, ഞാൻ ഇന്ന് ഏകദേശം 9 ലക്ഷത്തിന്റെ അടുത്തെത്തി. അപ്പൊ ആ ഒരു 3 മാസത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി, 3 മാസത്തെ ഡിഫറൻസ്. അപ്പോൾ എനിക്കിത് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റാത്തതിനെ കൊണ്ടാണ് അത്തരത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുൾ ടൈമർ ആയിട്ട് ഇറങ്ങുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഇൻഡസ്ട്രി എന്താന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞത്. ആ ഒരു സമയത്ത് വരുമാനം ഉണ്ടായിരുന്ന 15,000 രൂപ സാലറി ഉണ്ട്. അതിന്റെ കൂടെ എന്തുണ്ട്, ഇവിടുന്ന് കിട്ടുന്ന 10ഉം 15ഉം അതുമുണ്ട്. അപ്പൊ നല്ല രീതിയിൽ ലാവിഷായിട്ട് ജീവിച്ചു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ 15,000 രൂപ വരുമാനം വാങ്ങിച്ച ആ ഒരു അക്കൗണ്ടന്റ് ജോലി ഞാൻ നിർത്തി. ഇന്ന് ഇൻഡസ്ട്രിയിൽ ഫുൾ ടൈം കരിയർ ആയിട്ട് ചൂസ് ചെയ്തപ്പോ അന്ന് കണ്ട ഇൻഡസ്ട്രിയും ഇന്ന് കണ്ട ഇൻഡസ്ട്രിയും നല്ല മാറ്റം ഉണ്ടായിരുന്നു. രണ്ടും കൂടെ ചെയ്യുന്ന പോലെയല്ല. അല്ലെങ്കിൽ ഫിസിക്കലി ഇറങ്ങിയ ഒരു ഫുൾ ടൈം കരിയർ ഓപ്ഷൻ ആയിട്ട് നമ്മൾ കപ്പൽ കത്തിച്ച് പടക്കിറങ്ങാന്നൊക്കെ പറയും. അങ്ങനെ ഇറങ്ങിയ സമയത്താണ് ഇതിന്റെ ബുദ്ധിമുട്ട്, ഇൻഡസ്ട്രി എത്രത്തോളം എഫേർട്ട് ഉള്ള ഒരു പരിപാടിയാണെന്നുള്ളത് മനസ്സിലായത്. ആ ഒരു സമയത്ത് ഒരുപാട് സ്ട്രഗിൾസിലൂടെ ഞാൻ കടന്നുപോയി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജീവിതം പഠിക്കാൻ ഇൻഡസ്ട്രി മാത്രം ചെയ്താൽ മതി. കാരണം ആ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടിയിട്ടുള്ള ആ സമയങ്ങളിൽ വരുമാനങ്ങൾ വന്നു തുടങ്ങി, സെയിൽസ് ഒക്കെ കുറഞ്ഞു തുടങ്ങി. പിന്നീട് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ വന്നു. വരുമാനം കുറഞ്ഞു, എക്സ്പെൻസിനെ നല്ല രീതിയിൽ മീറ്റ് ചെയ്യാൻ പറ്റാതെയായി എന്നുള്ള രീതിയിലൊക്കെ. കാരണം ഇൻഡസ്ട്രിക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറച്ച് എക്സ്പെൻസ് കൂടുതലായിരിക്കും. ടിക്കറ്റ്, അതേപോലെ തന്നെ അവിടെ പ്രോഗ്രാം, ഇവിടെ പ്രോഗ്രാം, പെട്രോൾ അടിക്കുക, ഫോളോ അപ്പ്, 1 to 1 എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എക്സ്പെൻസ് കൂടുതലായിരിക്കും. ഇവിടുന്ന് കിട്ടുന്നത് മതിയാവാതെ വന്നു. ആ സമയത്താണ് യഥാർത്ഥത്തിൽ ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഉള്ളത് പറഞ്ഞാൽ പച്ചവെള്ളം കുടിച്ചിട്ട് ദിവസം കടന്നു നീക്കിയ സമയങ്ങളുണ്ട്. കയ്യിൽ പൈസ ഇല്ല, 1 രൂപ പൈസ കയ്യിൽ എടുക്കാനില്ല. ഫർസീൻ സാർ പറഞ്ഞ പോലെ ഫർസീൻ സാറും ഞാനും ജുനൈദ് സാറും ഫമീൻ സാറൊക്കെ ഉണ്ടാവും ഓഫീസിൽ. ഒരു ഓരോ ബിസ്ക്കറ്റ് വാങ്ങും. ഓരോ ബിസ്ക്കറ്റിലാകുമ്പോൾ ഹൈ കലോറി വാല്യൂ ഉണ്ട്, കലോറി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ 1 2 കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വലിയ രീതിയിലുള്ള വിശപ്പൊന്നും ഉണ്ടാവില്ല. പിന്നെ പഴം, റോബസ്റ്റ്, അതേപോലെ തന്നെ കക്കരി, ഇതൊക്കെ ആയിരുന്നു മെയിൻ ഭക്ഷണം. അതേപോലെ ഞങ്ങള് റൂമിൽ ഏകദേശം 10-20 ആളുകൾ ഉണ്ടാവും. 10-20 ആളുകൾ ഉണ്ടാവും. ഒരാൾ 5 രൂപ പിരിവിട്ടാൽ ഇങ്ങനെ ഈ ഒരു 10-20 ആളുകളുടെ എമൗണ്ട് വെച്ചിട്ട് കഞ്ഞിയുടെ അരി വാങ്ങും. കഞ്ഞിയുടെ അരി വാങ്ങിയിട്ട് 1 രൂപയുടെ മറ്റേ അച്ചാറും വാങ്ങും. എല്ലാവർക്കും 1 രൂപയുടെ അച്ചാറും വാങ്ങും. എന്നിട്ട് റൂമിൽ പോയിട്ട് കഞ്ഞി ഉണ്ടാക്കി കഴിച്ച് ബ്രഞ്ച് നമ്മൾ പറയാം. അതായത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് ബ്രഞ്ച് അടിക്കലാണ്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ക്യാഷ് നമുക്ക് ലാഭിക്കണമല്ലോ. അപ്പോൾ കഞ്ഞിയും ഉച്ചക്കൊക്കെ ഉള്ളതും രാവിലേക്ക് ഉള്ളതും ഒറ്റ കഞ്ഞിമലാണ് തീരുക. പിന്നീട് രാത്രിയാണ് നോക്കുക. പിന്നീട് രാത്രി വല്ല റൊട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഇതാക്കി കിടന്നുറങ്ങും എന്നുള്ളതാണ്. റൊട്ടിയും പൈൻറ്റ് പിടിച്ചിട്ട് പതുക്കെ കിടന്നുറങ്ങും. അല്ലെങ്കിൽ പൊറോട്ടയും സാലിനെയും
അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിച്ചിട്ട് തള്ളി നീക്കിയതാണ്. ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഭക്ഷണത്തിന്റെ വില മനസ്സിലായി, അതേപോലെ തന്നെ ഒരു തുള്ളി വെള്ളത്തിന്റെ വില. കാരണം രാത്രി 12 മണിക്കും 1 മണിക്കും ബാത്റൂമിൽ ടോയ്ലറ്റിൽ പോകാനുണ്ടായിട്ട് ഞങ്ങൾക്കൊക്കെ പുറത്ത് പമ്പുകളിൽ പോകേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട് വെള്ളമില്ലാതെ. കാരണം നിൽക്കുന്ന വീട്ടിലെ കിണറ്റിലെ വെള്ളം കഴിഞ്ഞു, നിൽക്കുന്ന കിണറ്റിലെ വെള്ളം കഴിഞ്ഞു. അതിന് വേണ്ടിയിട്ട് പുറത്ത് പോകേണ്ട അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്കാണ് ഈ ഫാമിലിയിൽ നിന്നുള്ള നെഗറ്റീവ്സ് പിന്നെ വീണ്ടും വരും. കാരണം ഇറങ്ങുന്ന സമയത്ത് വലിയ വരുമാനങ്ങളൊന്നുമില്ല, നമ്മളിൽ ഒരു മാറ്റവും കാണുന്നില്ല. 1 വർഷമായിട്ടും ഒരു മാറ്റം കാണുന്നില്ല, വലിയ രീതിയിൽ അച്ചീവ്മെന്റ്സ് ഒന്നും കാണാനില്ല, കയ്യിൽ 5 മിനിറ്റ് പൈസ എടുക്കാനില്ല. ഈ പറച്ചിൽ തന്നെ കാലാകാലം പറഞ്ഞ് പോവുകയാണെങ്കിൽ ഈ എങ്ങനെ ഈ ബിസിനസ്സിൽ വിജയിക്കും എന്നുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ വന്നു. അന്നും ഞാൻ ഉറക്കെ പിടിച്ചു നിന്നു. കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാനിപ്പോ ഇന്ന് ഇൻഡസ്ട്രിയിൽ നിൽക്കാനുള്ള ഒരു കാരണം അത് എൻ്റെ വീട് വിട്ട്, ഞാൻ എൻ്റെ കംഫർട്ട് സോൺ വിട്ട് ഞാൻ ഇറങ്ങിയതിനെ കൊണ്ട് മാത്രമാണ്. ഇന്ന് കംഫർട്ട് സോൺ വിട്ട് ഇറങ്ങിയോണ്ട് മാത്രമാണ്. കാരണം വീട്ടിലിരിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഉമ്മക്ക് സാധനം വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ മീറ്റിംഗ്സ് മുഴുവൻ ഓൺലൈനാണ്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ കളി മുഴുവൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവൻ ഒരു പണിക്കും പോവാതെ വീട്ടിലിരിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ വീട്ടിൽ നിന്ന് വരും. ഒരുപാട് നെഗറ്റീവ്സ് കാര്യങ്ങൾ ഒക്കെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ചെയ്ത കാര്യം, വീട്ടിൽ ഞാൻ ഇരിക്കാറില്ല. ഇപ്പോ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് 3 ആഴ്ചയായി ഞാൻ വീട്ടിൽ പോയിട്ട്. 3 ആഴ്ചയായി ഞാൻ വീട്ടിൽ പോയിട്ട്. ഇന്നലെ ക്ലോസിംഗ് ആയതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം 3 ആഴ്ചക്ക് മുമ്പ് 3 ആഴ്ചയിലിടയ്ക്ക് എൻ്റെ ഉമ്മാനെ ഞാൻ കാണുന്നത് ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി 2 മണിക്കാണ്. ഇന്നലെ ക്ലോസിംഗ് ആയിരുന്നല്ലോ, ചെറിയൊരു പർപ്പസിന് വേണ്ടിയിട്ട്. ഉമ്മാന്റെ അടുത്ത് 2 മണിക്കാണ് എൻ്റെ ഉമ്മാനെ ഞാൻ 3 ആഴ്ചയിലേക്ക് കാണുന്നത്. വിളിക്കാറുണ്ട്. എൻ്റെ വീട് എന്ന് പറയുന്നത് കീശ്ശേരിയാണ്, ഞാൻ നിൽക്കുന്നത് പുളിക്കലാണ്. ഏകദേശം 9 കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസ് എൻ്റെ വീടും ഞാൻ നിൽക്കുന്ന സ്ഥലവും തമ്മിലുള്ളൂ. ഞാൻ ചിന്തിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ പല മോട്ടിവേഷനിലും പല സക്സസ് സ്റ്റോറീസിലും നിങ്ങൾ കേൾക്കുന്നുണ്ടാവാം. 5 years ഓഫ് സ്ട്രഗിൾ ലീഡ്സ് 50 years ഓഫ് ഫ്രീഡം. 5 വർഷം ഞാൻ കഷ്ടപ്പെടേണ്ടി വന്നാലും 50 വർഷത്തെ ആ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്, ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിച്ച് മാത്രം ഇറങ്ങിയതാണ്. ഇന്ന് പല ആളുകളിലും ഞാൻ കണ്ടുവരുന്ന, അല്ലെങ്കിൽ എൻ്റെ ടീമിൽ തന്നെയുള്ള ഒരുപാട് ആളുകളിൽ കണ്ടുവരുന്ന പ്രശ്നമാണ്. അവർ വീട്ടിലാണ്, അല്ലെങ്കിൽ വീട്ടിലുള്ള പ്രശ്നം എന്താണ്? നമ്മൾ നേരെ പോയിട്ട് ഡൈനിങ് ടേബിളിന്റെ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ 3 നേരത്തോ 4 നേരത്തോ 5 നേരത്തിനോ ഭക്ഷണം മുമ്പിലെത്തും. അത് നമ്മളെ വളർത്തൂല, അത് നമ്മളെ തളർത്തേ ഉള്ളൂ. തളർത്തത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ വീടിന്റെ പരിസരത്തിലൂടെ ഫോളോ അപ്പോ കാര്യങ്ങളോ ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും എന്നോട് സഫാൻ സർ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, നിങ്ങൾ എപ്പോഴും നിങ്ങളെ വർക്കിനെ കുറിച്ചിട്ട് നോക്കണം. വർക്കിനെ നോക്കുന്ന സമയത്ത് രാവിലെ എവിടുന്നാണ് നിങ്ങൾ ഭക്ഷണം കഴിച്ചത്, ഉച്ചയ്ക്ക് എവിടുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്, രാത്രി എവിടുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്, ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അന്നത്തെ വർക്ക് കിട്ടും. കാരണം കീശ്ശേരിയുടെ അടുത്ത് എൻ്റെ പരിസര പ്രദേശത്ത് ഫോളോ അപ്പിന് പോവുകയാണെങ്കിൽ പോലും ഞാൻ വീട്ടിൽ കയറി ഭക്ഷണം കഴിക്കാറില്ല. കാരണം വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചാൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒന്ന് കിടക്കേണ്ടി വരും. നമ്മുടെ കംഫർട്ട് സോൺ ആണ്, ഒന്ന് കിടക്കേണ്ടി വരും. കിടന്നാൽ പിന്നെ ഉറക്കമായി, പിന്നെ വൈകുന്നേരമായി, അന്നത്തെ പരിപാടി നടക്കില്ല എന്നുള്ള രീതിയിൽ മാറും. അങ്ങനെ ഞാൻ ആദ്യം ചെയ്തത് അതാണ്. ഇപ്പോഴും ഫുൾ ടൈം ഈ 2 വർഷമായിട്ട് ഫുൾ ടൈം കരിയർ ആയിട്ടാണ് ഞാൻ ഇത് ഇപ്പോഴും ചെയ്യുന്നത്. എല്ലാ പരിപാടികളും മാറ്റി വെച്ച്, കല്യാണമില്ല, സൽക്കാരമില്ല, സുഹൃത്തുക്കളുടെ കല്യാണം കൂടാറില്ല, കുടുംബത്തിലെ കല്യാണം കൂടാറില്ല, ബാക്കിയുള്ള ഒരു പരിപാടിക്കും എന്നെ കിട്ടാറില്ല. ഏത് പരിപാടി ആയി കഴിഞ്ഞാലും കിട്ടാറില്ല. അങ്ങനെ ചെയ്തതിനെ കൊണ്ട് മാത്രമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഒരുപാട് കാലം സ്വപ്നം കണ്ടതാണ് ഈ 1K പാർട്ടിസിപ്പൻസിന് മുമ്പിൽ 1000 ആളുകളുടെ മുമ്പിൽ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു ദിവസം അന്ന് മുതൽ ഞാൻ സ്വപ്നം കാണുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാൻ തയ്യാറായപ്പോൾ ഇത്തരത്തിലുള്ള ഇന്ന് ഈ കാണുന്ന ഒരു പേൾ എക്സിക്യൂട്ടീവ് റാങ്കിൽ ഞാൻ എത്തി നിൽക്കുന്നു. സർ, ഇനി എന്തെങ്കിലും? അടിപൊളി. എല്ലാവരും നല്ലൊരു ഡിജിറ്റൽ ക്ലാപ്പ് കൊടുക്കുക. 1 മിനിറ്റ് സെക്കൻഡ്. ഓക്കെ, അടിപൊളി. എല്ലാവരും നല്ലൊരു ഡിജിറ്റൽ ക്ലാപ്പ് കൊടുക്കും. അർഹതപ്പെട്ട വ്യക്തിയാണ്. ഒരു ഡിജിറ്റൽ ക്ലാപ്പ് കൊടുക്കുക എല്ലാവരും. ചില കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്താൽ മാത്രമേ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നുള്ളൂ. അതിന് വലിയൊരു ഉദാഹരണമാണ് ഷെയർ സാറ്. എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ പറഞ്ഞു ഒരുപാട് സ്ട്രഗിളിങ് അനുഭവിച്ചു, വീട്ടിൽ നിന്നൊക്കെ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. സാറ് തായ്ലാൻഡിൽ ഉണ്ടായിരുന്നു, ഉമ്മാനായിട്ടാണ് തായ്ലാൻഡ് പോയത്. ശരിയല്ല, ഉമ്മാനായിട്ടല്ലേ തായ്ലാൻഡ് പോയത്? എന്തായിരുന്നു ഉമ്മാക്ക് ഉണ്ടായിരുന്ന ഒരു അപ്പത്തൊരു രീതി? എൻ്റെ മോനെ ആദ്യമായിട്ട് വിദേശത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഉമ്മാന്റെ ഒരു
എന്തായിരുന്നു സാർ ഫേസിൽ എക്സ്പ്രഷൻ ഒന്ന് ഇടാമോ? ആക്ച്വലി ഞാൻ തായ്ലൻഡിലേക്ക് എൻ്റെ ഉമ്മാനെ കൊണ്ടുപോയിട്ടില്ല. കാരണം ഒരുപാട് ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉണ്ടായിരുന്നു, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ സ്റ്റാർ സമ്മിറ്റിന് ഞാൻ എൻ്റെ ഉമ്മാനെ കൊണ്ടുപോയിട്ടുണ്ട്. സ്റ്റാർ സമ്മിറ്റിന് ഉമ്മാനെ കൊണ്ടുപോയി. ആ സമയത്താണ് ഉമ്മക്ക് ഒന്ന് പോസിറ്റീവ് ആയത്. കാരണം 5 സ്റ്റാർ പ്രോപ്പർട്ടിയിൽ ആണ് ആൾ എന്ത് ചെയ്യുന്നത്, വരുന്നത്. ആദ്യമായിട്ട് 5 സ്റ്റാർ പ്രോപ്പർട്ടിയിൽ, അതായത് വീട് വിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ദൂരം പോയിട്ടുള്ളത് ഊട്ടി വരെയാണ്. തായ്ലൻഡിലേക്ക് കൊണ്ടുപോകണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് അതിന് സാധിച്ചില്ല. അന്ന് ഉമ്മയുടെ കുറെ പ്രശ്നങ്ങൾ കൊണ്ട് അന്ന് സാധിച്ചില്ല അതിന്. പക്ഷേ ഇനി ഒരുപാട് ട്രിപ്പുകൾ നമുക്ക് കിട്ടാനുണ്ടല്ലോ. പക്ഷേ ബാംഗ്ലൂർ നമ്മൾ എന്ത് ചെയ്തു, കൊണ്ടുപോയി ഷെരാട്ടൺ ഗ്രാൻഡിൽ 3 ദിവസത്തെ 5 സ്റ്റാർ പ്രോപ്പർട്ടിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്തു. ആ ട്രീറ്റ് ചെയ്ത സമയത്ത് ഭക്ഷണം 3 ദിവസം വീടിന്റെ അടുക്കള കണ്ടിട്ടില്ലെങ്കിൽ അടുപ്പിലെ പുക തട്ടിച്ചിട്ടില്ല. അടുപ്പിലെ പുക തട്ടിച്ചിട്ടില്ല. സമയത്തിന് ആളുകൾ വിളിക്കുന്ന സമയത്ത് 5 സ്റ്റാർ ഫെസിലിറ്റിയിലുള്ള ഫുഡ് നമ്മുടെ മുമ്പിൽ ഉണ്ടാവും ഡൈനിങ് ടേബിളിൽ. അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള ആംബിയൻസിലുള്ള നല്ല കിടക്ക, അതേപോലെ തന്നെ ആ ഒരു 5 സ്റ്റാർ പ്രോപ്പർട്ടിയുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അത്തരത്തിലുള്ള ഒരു രീതിയിൽ ഒന്ന് ട്രീറ്റ് ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉമ്മാനിൽ അത് ഉണ്ടാക്കി എന്നുള്ളതാണ്. അതൊരു പോസിറ്റീവ് ബിസിനസിനെ കുറിച്ചുള്ള ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉമ്മാനിൽ ഉണ്ടാക്കി. പിന്നീട് അങ്ങനെയൊന്നും വലിയ രീതിയിലൊന്നും എന്നെ ഇത് പറഞ്ഞിട്ടില്ല. പിന്നെ വീട്ടിൽ നിന്നുള്ള നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ പയ്യെ മാറി തുടങ്ങി. അപ്പോഴും നാട്ടിൽ നിന്നൊക്കെ ഉണ്ട്, വീട്ടിൽ നിന്നൊക്കെ മാറി തുടങ്ങി എന്നുള്ളതാണ്. പിന്നീട് ഓരോ അച്ചീവ്മെന്റ്സ് കണ്ട് അത് നാട്ടുകാരും ഇത് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. ഓക്കെ ഷഹീർ സർ, അടുത്ത എനിക്ക് ചോദിക്കാനുള്ളത്, എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷം നിങ്ങൾ ഉണ്ടാക്കി? ഒന്ന് പറയോ, എന്തൊക്കെ അച്ചീവ്മെന്റ്സ്? ഇങ്ങനെ സ്ട്രഗിളിങ് ചെയ്ത് വന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോ ഈ ഒരു എക്സിക്യൂട്ടീവ് റാങ്കിൽ നിൽക്കുമ്പോൾ എന്തെല്ലാം അച്ചീവ്മെന്റ്സ് സാർ ഉണ്ടാക്കിയിട്ടുണ്ട്? ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഒരു പൊട്ടിപ്പൊളിഞ്ഞ മൊബൈൽ ഫോണുമായിട്ട് ഒരു പിക്സൽ 3 ആയിട്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് ഞാൻ കയറി വരുന്നത്. ഒന്നുമില്ല, കയ്യിൽ അണപ്പൈസ കയ്യിൽ എടുക്കാനില്ല. അങ്ങനത്തെ ഒരു സമയത്താണ് ഞാൻ ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് കയറി വരുന്നത്. ഇന്ന് അതിൽ നിന്നും മാറി ഒരു 13 Pro 1 GB ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അതിനുശേഷം ഒരു ആപ്പിളിന്റെ മാക്ബുക്ക് എടുക്കാൻ ഇതിലൂടെ സാധിച്ചു. അതേപോലെ തന്നെ 73,000 രൂപ വില വരുന്നത് എടുത്തു. ഇപ്പോൾ റീസെന്റ് ഒരു ആപ്പിളിന്റെ ഒരു ടാബ് ഇറക്കി, ഒരു ഐപാഡ് ഇറക്കി. അപ്പോൾ അതാണ് എൻ്റെ, അതായത് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ചെറിയ അച്ചീവ്മെന്റ് ആയി തോന്നിയേക്കാം. പക്ഷേ പൊട്ടിപ്പൊളിഞ്ഞ, അതായത് ആ സ്ക്രീൻ ഗാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഗ്ലാസ് നമ്മുടെ കയ്യിൽ തറക്കും. അത്തരത്തിലുള്ള ഒരു മൊബൈൽ ഫോൺ വെച്ചിട്ട് വന്ന വ്യക്തി ഇന്ന് ഈ കാര്യങ്ങളിലേക്കെല്ലാം മാറി ലാപ്ടോപ്പും ഒരു ടാബ്ലറ്റും അതേപോലെ തന്നെ ഒരു ഐഫോണും അച്ചീവ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രായത്തിലോ അല്ലെങ്കിൽ ഏതൊരു ജോലിക്കാരനോ അല്ലെങ്കിൽ ഏതൊരു ജോലിക്ക് പോകുന്ന സമയത്തും ഞാൻ ഉണ്ടാക്കാവുന്ന അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഒരിക്കലും നേടാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സ്വപ്നം ഞാൻ ഇതിലൂടെ സാക്ഷാത്കരിച്ചു എന്നുള്ളതാണ്. കാരണം 10 ലക്ഷം രൂപയുടെ ബലാനോ എന്ന് പറയുന്ന വെഹിക്കിളാണ് ഞാൻ ഇന്ന് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 9 മാസമായിട്ട് അതിന്റെ അടവുകൾ കൃത്യമായി മുടങ്ങാതെ ഞാൻ അടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അച്ചീവ്മെന്റാണ്. കാരണം എൻ്റെ 15,000 രൂപ സാലറിക്ക് നിന്ന വ്യക്തി ഇന്ന് കാറിന്റെ EMI മാത്രം അടക്കുന്നത് 15,000, അറൗണ്ട് 15,600 രൂപയാണ്. 16,000 രൂപക്ക് അടുത്തായി. അന്ന് 15,000 രൂപക്ക് വർക്ക് ചെയ്ത വ്യക്തിയാണ് ഇന്ന് 15,000 രൂപക്ക് അടവ് മാത്രം അടക്കുന്നുണ്ട്. പിന്നീട് നിങ്ങൾക്കറിയാം യുവക്കാരനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം എക്സ്പെൻസിനെ മീറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത്. അപ്പൊ അതിനുള്ള വരുമാനങ്ങളൊക്കെ കിട്ടി തുടങ്ങിയതും അതേപോലെ തന്നെ ഇവിടുത്തെ എൻ്റെ ചേഞ്ചിങ് ആണ് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി. അപ്പൊ നിയാസ് ഒരു തുടക്കത്തിൽ പറഞ്ഞു, വരുന്ന സമയത്ത് ഇത്രത്തോളം മുടി ഉണ്ടായിരുന്നു, വലിയ മുടിയൊക്കെ വളർത്തി ഒരു ബാഗി ജീൻസും കാര്യങ്ങളും ഇട്ട് ഇന്നത്തെ സൊസൈറ്റി നടക്കുന്നതല്ല, ഇന്നത്തെ സൊസൈറ്റിയിലുള്ള യങ്സ്റ്റേഴ്സ് നടക്കുന്ന അതേ രീതിയിൽ നടന്ന ഒരു വ്യക്തി. എൻ്റെ പേഴ്സണാലിറ്റി ആകെ മാറി. ആളുകൾ തമ്മിൽ ഡീൽ ചെയ്യാനുള്ള, മനുഷ്യരോട് എങ്ങനെ പെരുമാറണം, മനുഷ്യരോട് എങ്ങനെ സഹവസിക്കണം എന്നുള്ളത് പഠിപ്പിച്ച ഒരു ഇൻഡസ്ട്രിയാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇതിലും വലിയ അച്ചീവ്മെന്റ് എന്ത് നേടിക്കഴിഞ്ഞാലും ഈ ഒരു സ്വഭാവത്തിൽ അല്ലെങ്കിൽ എൻ്റെ സ്വഭാവത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന കാര്യമാണ്. കാരണം നമ്മൾ ഒരുപാട് ആളുകളായിട്ട് മനുഷ്യന്മാരായിട്ടുള്ള ഇടപാടാണ് കച്ചവടം എന്ന് പറയുന്നത്. ഈ കച്ചവടം പഠിച്ചതിലൂടെ ഒരുപാട് ആളുകളെ കാണാൻ പറ്റി, പല തരത്തിലുള്ള മനുഷ്യന്മാരെ കാണാൻ പറ്റി, അവരോട് എങ്ങനെ ഇടപഴകണം, എങ്ങനെ ഇടപഴകരുത് എന്നുള്ള രീതിയിലൊക്കെ മനസ്സിലാക്കി തന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു അവസരം എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ ഇതിലുള്ള നേടിയിട്ടുള്ള അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വരുമാനത്തിന്റെ കാര്യത്തിൽ അത് പറയാതിരിക്കാൻ വയ്യ. കാരണം തുടക്ക സമയത്ത്
ഒരു രൂപ വരുമാനം അല്ലെങ്കിൽ ഇന്നേ വരെ സ്റ്റാർ ആയതിന്റെ ശേഷം ഒരു രൂപ എനിക്ക് വരുമാനം മുടങ്ങിയിട്ടില്ല, മുടങ്ങാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. ഒന്നുകിൽ ഡുവൽ ടീം റവന്യൂ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് 125 125 എൻ്റെ അക്കൗണ്ടിൽ ഞാൻ കയറ്റിയിരിക്കും. അതുമല്ല എന്നുണ്ടെങ്കിൽ അവിടുന്ന് ആളെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ടീമെന്ന് കയറാനില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ സ്വന്തം ക്യാഷ് എടുത്തുകൊണ്ട് 3200 രൂപയ്ക്ക് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് ഞാൻ വരുമാനം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നേ വരെ 2 വർഷമായി ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചൂസ് ചെയ്തിട്ട് ഇത് ആരുടെ മുമ്പിൽ ഞാൻ കാണിച്ചു തരാൻ ബാധ്യസ്ഥനാണ്. അന്ന് തുടങ്ങിയിട്ട് സ്റ്റാർ ആയതിനു ശേഷം ഇന്നേ വരെ എൻ്റെ 1 രൂപ ഇൻഡസ്ട്രിയിലെ വീക്കിലി പ്രോഫിറ്റ് എനിക്ക് മുടങ്ങിയിട്ടില്ല, ഞാൻ മുടക്കിയിട്ടില്ല. അങ്ങനെ എത്തി നിൽക്കുന്ന സമയം 125 200 2000 രൂപയ്ക്ക് കിട്ടിയ സമയങ്ങൾ ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ വീക്കിൽ എൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 35,000 രൂപ. കഴിഞ്ഞ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ മന്തിലെ ടീം ഉനൈസ് EDC വന്ന സമയത്ത് എൻ്റെ ഒരുപാട് കാലത്തെ സ്വപ്നമായിരുന്നു ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങിച്ച ഒരു വ്യക്തി ടീം ഉനൈസിലാവുക, ഉനൈസ് സാറുടെ ഓർഗനൈസേഷനിലാവുക എന്നുള്ളത്. അത് കഴിഞ്ഞ മാസം എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഏകദേശം 77,000 രൂപ വരുമാനം വാങ്ങിച്ചുകൊണ്ട് നമ്പർ 1 പെർഫോമർ ആയിക്കൊണ്ട് മാറാൻ സാധിച്ചു എന്നുള്ളത്. അതേപോലെ തന്നെ ഇന്ന് നിൽക്കുന്ന സമയത്ത് കഴിഞ്ഞ രണ്ടാഴ്ചത്തെ വരുമാനം ഏകദേശം 70,000 രൂപയാണ്. അന്ന് ഞാൻ എന്തോരം സ്ട്രഗിൾ എടുക്കേണ്ടി വന്നാലും, എത്ര പട്ടിണി കിടന്നു കഴിഞ്ഞാലും, ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അന്ന് പലതും ഞാൻ ത്യജിച്ചു. കാരണം മന്തി ഷോപ്പിന്റെ മുമ്പ് കൂടെ ഒക്കെ നമ്മൾ നടക്കും. ആ ഒരു പ്രായത്തിലും ആ ഒരു വിശപ്പുള്ള സമയങ്ങളിലും അങ്ങനെ കൊട്ടക്കൽ അങ്ങാടി പോലുള്ള അങ്ങാടിയിലൂടെ നടക്കുന്ന അവസ്ഥ, നിങ്ങൾ പട്ടിണി കിടന്നിട്ട് അങ്ങനെ നടക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഇന്ന് എനിക്ക് എന്തും വാങ്ങാം, ഇന്ന് എത്ര മന്തി വേണമെങ്കിലും കഴിക്കാം, ആണോ അല്ലേ? ഇന്ന് എത്ര മന്തി വേണമെങ്കിലും കഴിക്കാം. കാരണം രണ്ടാഴ്ചത്തെ വരുമാനം 70,000 രൂപയാണ്. അത്തരത്തിലുള്ള അച്ചീവ്മെന്റ്സിലേക്ക് അന്ന് ഞാൻ സ്ട്രഗിൾ എടുക്കാൻ തയ്യാറായി എന്നുള്ളതിനെ കൊണ്ട് മാത്രം അന്ന് എന്ത് വന്നു കഴിഞ്ഞാലും, പട്ടിണി ആവട്ടെ, പരിതാപം ആവട്ടെ, ആരോടും എൻ്റെ ലീഡേഴ്സിനോട് ഞാൻ പകരം പറയാൻ പോയിട്ടില്ല. അല്ലെങ്കിൽ എൻ്റെ ടിക്കറ്റ് എടുക്കാൻ ക്യാഷ് ഇല്ല സാറേ, 1 രൂപ വരുമാനം ഇല്ലെങ്കിലും, കയ്യിൽ 5 പൈസ ഇല്ലെങ്കിലും എൻ്റെ പ്രോഗ്രാംസും ഞാൻ മിസ് ചെയ്തിട്ടില്ല. ഇതെല്ലാം അന്ന് സ്ട്രഗിൾ ചെയ്യാൻ തയ്യാറായതിനെ കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത്. ഇന്ന് സംസാരിക്കുന്ന സമയത്ത് അറൗണ്ട് 9 ലക്ഷം രൂപക്കടുത്ത് വരുമാനം വാങ്ങിച്ചു. ഞാൻ എൻ്റെ ഉപ്പാക്ക് കൊടുത്ത അച്ചീവ്മെന്റ് അല്ലെങ്കിൽ ഉപ്പാക്ക് കൊടുത്ത വാക്കായിരുന്നു 2 വർഷം കൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് ഞാൻ നേടിയെടുക്കും എന്നുള്ളത്. ഈ 2 വർഷം കൊണ്ട് നേടിയെടുത്തിട്ടാണ് നിങ്ങളുടെ മുമ്പിലും എൻ്റെ ഫാമിലിയുടെ മുമ്പിലും ഞാൻ നടക്കുന്നത്.